Anish, come. വരും. ഓക്കെ. അപ്പൊ അനീഷ്, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. തന്നെയല്ലേ കണ്ടല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും. ഗുഡ്. തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ലേ. നമ്മള് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാം എത്ര വലിയ ബിസിനസ്സുകളാണ് എല്ലാവരും സാധാരണ. അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയും എല്ലാവർക്കും ദൈവത്തിനോട് നന്ദിയാണ്. അപ്പോ അനീഷ് അതുപോലെ തന്നെ കണ്ടോ ഷർട്ടിന് മാച്ചിങ് ബൊക്കെ. അല്ല, ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഇന്നിതാ ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡൻസിന്റെ പോളിസി. വാഗ്ദാനം മാത്രമല്ല. എന്റെ അമ്മ പറയാനുണ്ട്, ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല. ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളറിലാണ്. അപ്പൊ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ. മറ്റൊന്ന് 10 ലക്ഷാധിപതി.